സ്വർണം പോലെ തിളങ്ങുന്ന സൂര്യനെ കണ്ടിട്ടില്ലേ? അസ്തമയ സൂര്യൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഭംഗി നമ്മുടെ മുഖത്തിലേക്ക് കിട്ടിയാൽ എങ്ങനെയുണ്ടായിരിക്കും? അതിനു വേണ്ടി ഒരു ഷീറ്റ് മാസ്ക് ആണ് നേച്ചറിൽ നിന്ന് കിട്ടിയ പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഓണമൊക്കെ നമുക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. നിറയെ പേര് നാട്ടിലേക്ക് പോകുന്നുണ്ടായിരിക്കും, കേരളത്തിന് വെളിയിലുള്ളവരുണ്ടായിരിക്കും അല്ലേ. നിങ്ങളെല്ലാവരും കുടുംബത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫേസ് ഒന്ന് പെട്ടെന്ന് ഗ്ലോ ആക്കിയാലോ, അതിനുവേണ്ടിയുള്ള ഒരു ഷീറ്റ് മാസ്ക് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ആ ഒരു മാസ്ക് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എല്ലാം നേച്ചുറലിൽ നിന്നെടുത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷീറ്റ് മാസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുന്നേ ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. നലങ്ക് മാവിന് കിട്ടിയ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നല്ല ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടിയത്. നിറയെ പേര് നലങ്ക് മാവ് വാങ്ങിച്ചു, നിറയെ പേരും നെല്ലിക്ക ഹെയർ ഓയിൽ വാങ്ങിച്ച എല്ലാവരോടും താങ്ക്സ്. അത് പുതിയതായിട്ട് നിറയെ കൂട്ടുകാർ നമ്മുടെ ചാനലിലോട്ട്, നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓണത്തിന് മുന്നേ സ്കിന്ന് എങ്ങനെ പെട്ടെന്നൊന്ന് ഗ്ലോ ആക്കാം എന്ന് നോക്കാനായിട്ട് ഒരു ഷീറ്റ് മാസ്ക് കൊണ്ട് ആണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി ഷീറ്റ് മാസ്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നിറയെ മോയ്സ്ചറൈസർ ചെയ്യാറുണ്ട് അല്ലേ. ഫേസിൽ മോയ്സ്ചറൈസർ ചെയ്യാറുണ്ട്, സിറം അപ്ലൈ ചെയ്യാറുണ്ട്, സൺസ്ക്രീൻ ഇടാറുണ്ട്. ഇതൊക്കെയാണെങ്കിലും മോയ്സ്ചറൈസർ പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? പെട്ടെന്ന് കുറച്ച് ചുളിവുകൾ വീഴുന്നതായിട്ട്, പുതിയ പുതിയ കുട്ടി കുട്ടി റിങ്കിൾസ് വരുന്നത്, പുതിയ ചെറിയ ചെറിയ ലൈൻസ് വരുന്നതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ലൈൻസിനൊക്കെ ഒരു പെട്ടെന്നുള്ള ഒരു പരിഹാരമാണ് മന്ത്ലി വൺസ് ഷീറ്റ് മാസ്ക് ഇടുക എന്നുള്ളത്. മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രം ഇട്ടാൽ മതിയാവും ഷീറ്റ് മാസ്ക്. സോ ഷീറ്റ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ചർമ്മത്തിന് തിളക്കവും അസ്തമയ സൂര്യന്റെ സ്വർണത്തിന്റെ ഒരു കളറും നൽകി ജലാംശം നമ്മുടെ മുഖത്തിൽ നിലനിർത്തി കറുത്ത പാടുകളെയും ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലാസ്മയും ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റിയ നിരവധി ഗുണങ്ങൾ ചർമ്മത്തിന് നൽകുന്ന, ചർമ്മം വെളുപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഷീറ്റ് മാസ്ക് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വിറ്റമിൻ സി, നയാസിനമൈഡ് എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള ഒരു മാസ്ക് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഷീറ്റ് മാസ്ക് റൈസ് പേസ്റ്റ് ഷീറ്റ് മാസ്ക് ആണ്. ഇത് നമ്മുടെ ചർമ്മത്തിന് ഫെയർനെസ് തരികയും നമ്മുടെ ചർമ്മത്തിനെ വെളുപ്പിക്കുകയും നമ്മുടെ കോംപ്ലക്ഷനെ ഡബിൾ ആയിട്ട് ഇൻക്രീസ് ആക്കുകയും ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലാസ്മ, ബ്ലാക്ക് സ്പോട്ട് അതിനെയൊക്കെ കുറയ്ക്കുകയും നമ്മുടെ ഫേസിലെ ഒരു ഒരു മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് ഫേസിൽ നിർത്തുകയും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കുട്ടി കുട്ടി റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ബിഗിനിങ്ങിലുള്ളവരും അല്ലെങ്കിൽ കുറെ റിങ്കിൾസ് ഉള്ളവർക്കും എല്ലാം തന്നെ ഒരുപോലെ നമ്മുടെ സ്കിന്നിലിട്ട് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഹൈഡ്രേഷൻ ആക്കി നിലനിർത്താനും ആന്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടീസിനെ ലോക്ക് ചെയ്ത് ഫേസിൽ വെക്കാനും ഒരു ഈവൻ സ്കിൻ ടോൺ, ഒരേപോലത്തെ സ്കിൻ ടോൺ തരാനും സഹായിക്കുന്നതാണ്. പച്ചരി 2-3 പ്രാവശ്യം കഴുകി ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. പിന്നെ നമ്മൾക്ക് വേണ്ട ഒരു അടുത്ത ഇൻഗ്രീഡിയന്റ് കുക്കുംബർ ആണ്. കുക്കുംബർ ചർമ്മത്തിന് തിളക്കം നൽകാനും കറുത്ത പാടുകൾ കുറയ്ക്കാനും വിറ്റമിൻ സിയുടെയും മറ്റ് ചർമ്മത്തിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംയുക്തങ്ങളുടെ സാന്നിധ്യം മൂലം ചർമ്മത്തിന്റെ നിറം തുല്യമാക്കാനുള്ള കഴിവാണ് വെള്ളരിക്കയ്ക്കുള്ളത്. അതായത് ഈവൻ സ്കിൻ ടോൺ തരുന്നുണ്ട്. വെളുപ്പിക്കുന്നത് കൂടാതെ ഇത് നമ്മുടെ മുഖത്തിനെ ജലാംശം നിലനിർത്തുകയും കുറെ നേരം നിലനിർത്താനും, അതായത് മോയ്സ്ചർ നമ്മുടെ മുഖത്ത് ലോക്ക് ചെയ്യാനും സഹായിക്കുകയും സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചേർത്തത് ഇരട്ടി മധുരം, ലിക്വറൈസ് എന്ന് പറയുന്നതാണ്. ഇത് ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനും പിഗ്മെന്റേഷൻ കുറയ്ക്കുകയും കറുത്ത പാടുകളെ നീക്കുകയും, അതായത് മെലാസ്മ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുകയും ചർമ്മത്തിന് ഈവൻ സ്കിൻ ടോൺ തരാനും അതുവഴി നമ്മൾക്ക് ചർമ്മത്തിന്റെ ആരോഗ്യം കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ലിക്വറൈസ്. നമ്മൾ ഇതിനെ 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ലിക്വറൈസ് ഉരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതും ഓക്കെയാണ്. ഒരു കണ്ണകലമില്ലാത്ത അരിപ്പയിൽ അരിച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഫുള്ളില്ല നയാസിനമൈഡ്, 1 ടേബിൾ സ്പൂൺ അലോവേറ ജെൽ, ഇത്രയാണ് ചേർക്കുന്നത് നമ്മൾ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന അരിയുടെ വെള്ളം അരിച്ച് ചേർക്കാൻ പോവുകയാണ്. അരിയുടെ വെള്ളം പതുക്കെ നമുക്ക് ഊറ്റിയെടുക്കാം. വിറ്റമിന്റെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ സ്കിന്നിലേക്കുള്ള. ഇത് നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന മിശ്രിതത്തിലോട്ട് മിക്സ് ചെയ്തെടുക്കാം.
അത് കഴിഞ്ഞ് നിങ്ങളുടെ ഈ ബീറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നന്നായിരിക്കും. കാരണം തുല്യമായിട്ട് എല്ലാം ഒന്നിച്ച് മിക്സ് ആയിട്ടുണ്ടായിരിക്കും. ഈ മിശ്രിതം, ഈ ലോഷനെ ഈ സിറത്തിനെ നമുക്ക് ഒരു നല്ല സ്റ്റെറിലൈസ്ഡ് ബോട്ടിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്ന കംപ്രസ്ഡ് ഫേസ് മാസ്ക് പേപ്പറാണത്. ഇത് പൊട്ടിച്ച് ഇതൊരു ടാബ്ലറ്റ് പോലെ ഉണ്ടാവും. അതിനെ നമ്മൾ ഈ സിറത്തിലോട്ട് ഇട്ട് വെക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ 4 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. ഉപയോഗിക്കുന്ന ബോട്ടിൽ, കൈ എല്ലാം വളരെ സ്റ്റെറിലൈസ്ഡും ക്ലീനും ആണെന്ന് ഉറപ്പുവരുത്തുക. ഈ 4 കംപ്രസ്ഡ് ഈ ഫേസ് മാസ്കിനെ നമുക്ക് നമ്മളുടെ മാജിക്കൽ സിറത്തിലോട്ട് ഇട്ട് ഒരു 7 hours അങ്ങനെ വെച്ചേക്കണം. 7 hours കഴിയുമ്പോഴേക്കും ഈ കംപ്രസ്ഡ് മാസ്ക് നമ്മളുടെ സിറത്തിലുള്ള വിറ്റമിൻസും മിനറൽസും നമ്മളുടെ ഫേസിലേക്ക് വേണ്ട വൈറ്റനിങ് ഏജന്റ് എല്ലാം തന്നെ വലിച്ചെടുത്ത് നല്ല തടിയനായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ രാത്രിയിലാണ് എടുത്തു വെച്ചിരുന്നത്, രാവിലെ നോക്കിയപ്പോഴേക്കും വളരെ മാജിക്കലായിട്ട് നല്ല തടിച്ച് വീർത്ത് അതെല്ലാം വലിച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസ് ഷീറ്റ് മാസ്ക് റെഡിയാണ്. മിനറൽസും വൈറ്റനിങ് ഏജന്റും മോയ്സ്ചറൈസറും നയാസിനമൈഡും എല്ലാം ഉള്ള മാസ്ക് ആണ് ഇത്. നമ്മൾ ഫേസിലേക്ക് ഇടുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വാഷ് ചെയ്യാത്ത ഫേസിലേക്ക് ഒന്നും തന്നെ ഇടരുത്. ഫേസിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും തന്നെ ചെയ്യാതിരിക്കുക. വൃത്തിയുള്ളതും ഹൈജീനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഫേസിൽ ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും വരുന്നത്. ഇത് ഫേസിലിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതെടുത്ത് മാറ്റാവുന്നതാണ്. മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യണം എന്നൊന്നുമില്ല. ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും തന്നെ ചെയ്യാൻ നോക്കുക. ഞാൻ ഇട്ട് കാണിക്കാം എങ്ങനെയാണെന്ന്. വാഷ് ചെയ്ത ഫേസിൽ മേക്കപ്പ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് നമ്മുടെ ഷീറ്റ് മാസ്ക്. നമ്മുടെ ഫേസിന്റെ അതേ ഷേപ്പിൽ തന്നെയാണ് മാസ്ക് ഉള്ളത്. ഇത് നമ്മുടെ ഫേസിലേക്ക് വെക്കുക മാത്രമേ വേണ്ടൂ. നിങ്ങൾ ഫേസ് മാസ്ക് ഇട്ടിട്ടുള്ളവരായിരിക്കാം. ഇതിങ്ങനെ വെച്ച് ഒരു 20-30 മിനിറ്റ് സുഖമായിട്ട് ഉറങ്ങിയാലും അടിപൊളിയാണ്. ഫേസ് ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തുക. ഫേസിൽ എല്ലായിടത്തും അത് ഒരേപോലെ ഒട്ടിച്ചിട്ടുണ്ട്, അല്ലെ ഒരേപോലെ അത് ടച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി വലിച്ചിടുക. ഇത് ഇട്ട് കഴിഞ്ഞ് സംസാരിക്കരുത്. സംസാരിച്ചാൽ ചിലപ്പോൾ മുഖത്തിൽ ചുളിവ് വീഴാൻ സാധ്യതയുണ്ട്. ചുളിവുകൾ ചിലപ്പോൾ നമ്മുടെ പോസ്ചർ കൊണ്ടും വരാം. കരിമംഗലത്തിനും വളരെ നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത്. ഷീറ്റ് മാസ്ക് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ, ഇഷ്ടപ്പെട്ട വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഷീറ്റ് മാസ്ക് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. ആൻറ്റി ഏജിങ്ങിൽ അല്ലെങ്കിൽ ഒരു 25 എബവ് വരുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിലോട്ട് പല കാര്യങ്ങളും ഇടുമ്പോൾ തന്നെ പല ഇൻഗ്രീഡിയൻസ് ചേർത്തിടുന്നത് പോലെ ഒരു ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്ത്, അതായത് അതിൻ്റെ യഥാർത്ഥ സത്ത് മാത്രം എടുത്ത് നമ്മൾ ഫേസിലോട്ട് ഇടുമ്പോൾ നമ്മൾക്ക് പെട്ടെന്നൊരു ഗ്ലോ ഉണ്ടാകുകയും നല്ലൊരു നാച്ചുറൽ ഗ്ലോ, നമുക്ക് സ്വർണം പോലെ നമ്മുടെ മുഖം ഇരിക്കുന്നു എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ അതുപോലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഓണത്തിന് മുന്നേ ഒന്ന് സുന്ദരിയാവാനായിട്ടാണ് ഷീറ്റ് മാസ്ക് ഞാൻ ഓണത്തിന് ഒരു 2-3 ആഴ്ച മുന്നേ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഓണത്തിന് മുന്നേ 2 പ്രാവശ്യം ഉപയോഗിക്കാവുന്നതാണ്. ഷീറ്റ് മാസ്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈർപ്പത്തെ ഒരു 30 മിനിറ്റ് നമ്മുടെ സ്കിന്നിൽ വളരെ കൂടുതൽ ഈർപ്പത്തെ പിടിച്ചു നിർത്തുകയും നമ്മുടെ സ്കിന്നിലോട്ട് അതിനെ അബ്സോർവ് ചെയ്യാനായിട്ട് ഈ ഷീറ്റിൻ്റെ മാസ്കായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് കിടക്കുന്നത് കാരണം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് ഒരു 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ഹൈഡ്രേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഒരു മോയ്സ്ചർ നമ്മുടെ സ്കിന്നിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് ഇവാപ്പറേറ്റ് ആയിട്ട് പോകത്തില്ല. അതായത് പെട്ടെന്ന് അതായത് പെട്ടെന്ന് സൺലൈറ്റ് അടിച്ചിട്ടോ പെട്ടെന്ന് അന്തരീക്ഷത്തിലോട് ടച്ച് വന്നിട്ടോ പെട്ടെന്ന് മോയ്സ്ചറൈസറൊക്കെ വറ്റിപ്പോകുന്ന പോലെ തോന്നാറില്ലേ? ഇത് അങ്ങനെയൊന്നും ആകത്തില്ല. ഒരു 30 മിനിറ്റ് നല്ല കംപ്ലീറ്റ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചർ, അതായത് നല്ലൊരു ഈർപ്പം നമ്മുടെ സ്കിന്നിൽ ലോക്ക് ചെയ്ത് വെക്കാനും അതെടുത്തു കഴിയുമ്പോൾ നല്ലൊരു ഹൈഡ്രേഷൻ തരാനും സഹായിക്കുന്നതാണ്. സോ ഷീറ്റ് മാസ്ക് നമ്മുടെ ഫേസിൽ നിന്ന് എടുത്താൽ തന്നെ നമ്മൾ ഉടനെ പോയി ഫേസ് കഴുകരുത്. ബാക്കിയുള്ള ആ ഒരു സിറം നമ്മുടെ ഫേസിൽ നല്ല സർക്കുലർ മോഷനിൽ പതുക്കെ ജെന്റിലായിട്ട് വളരെ പതുക്കെ തേച്ച് പിടിപ്പിക്കാം. സോ അതങ്ങനെ അങ്ങ് വിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിലേക്ക് പോകാവുന്നതാണ്. സ്കിൻ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിറയെ പേർക്കും ഇപ്പോഴും അറിയത്തില്ല. നിറയെ പേർക്കും നിറയെ ഡൗട്ടാണ്, സ്കിൻ കെയർ എന്തിനാണ് ചെയ്യുന്നത്.
ഒരു പോസിറ്റിവിറ്റിയോടെ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. എനിക്കറിയാം ഒരുപാട് പേര് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുമായിട്ട് സ്വകാര്യമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന കുറേ പേഴ്സണലായിട്ട് കൊണ്ടു നടക്കുന്ന കുറച്ച് സങ്കടങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിനെ കുറിച്ച്, അല്ലെ? അതാരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ, നമ്മുടെ സ്കിന്നിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേര് കാണും. സോ നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് കമൻറ്റിൽ കൂടെ പറയൂ. ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. എനിക്കറിയാം അതിൻ്റെ ഒരു ടെൻഷൻ എന്താണ്, ആങ്സൈറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ കമൻറ്റിനും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. പിന്നെ എന്ത് തന്നെ നിങ്ങൾ ഫേസിലിട്ടാലും, ഇപ്പം നലങ്ക് മാവ് വാങ്ങിച്ചിട്ടുണ്ട്, ഷീറ്റ് മാസ്ക് ഇടുന്നുണ്ട്, അല്ല വേറെ എന്തെങ്കിലും ഒരു മാസ്ക് ഇടുന്നുണ്ട്, അല്ലെ എന്ത് തന്നെ ആയിക്കോട്ടെ, ചന്ദനം നെറ്റിയിൽ തൊട്ടാൽ പോലും ഒരു ചെറിയ പാച്ച് ടെസ്റ്റ് എടുക്കാതെ ഒന്നും തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിലോട്ട് ഇടരുത്. വീട്ടിൽ നിന്ന് എടുത്ത തൈരാണെങ്കിൽ കൂടെ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് നോക്കിയിട്ട് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഓണമാണ് വരുന്നത്, നിറയെ പേര് മീറ്റ് ചെയ്യും. അതിനു മുന്നേ നിങ്ങൾ സ്കിൻ കെയർ ചെയ്ത് ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് നലങ്ക് മാവൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സ്കിന്നിനെ കെയർ ചെയ്യൂ. ഇനി എത്ര തന്നെ നമ്മൾ കെയർ ചെയ്താലും, എത്ര തന്നെ നമ്മുടെ സ്കിൻ നമുക്ക് ഹാപ്പിയാണ്, നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ സുന്ദരിയാണ്, നമുക്ക് ഓക്കെയാണ്, അതിനുവേണ്ടിയാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത്, ഓക്കെയാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ റിലേറ്റീവ്സിനെ കാണുമ്പോൾ അവർ ചോദിക്കും, അവരാദ്യം പറയുന്ന വേർഡ് എന്തായിരിക്കും? അയ്യോ, അതായിരിക്കും പറയുന്നത് അല്ലേ? അയ്യോ എന്താ പറ്റിയേ? നമ്മൾ വിചാരിക്കുമോ നമുക്കെന്താ ക്യാൻസർ പിടിച്ചു? അതുപോലെയൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് ശീലമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനിയും ചോദിക്കാൻ ഡയറക്റ്റായിട്ട് അവർ വന്നില്ലെങ്കിൽ കൂടെ ഫോൺ ഉള്ളത് കൊണ്ട് ഫോൺ വിളിച്ച് ചോദിക്കും. വീഡിയോ കോൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കും, അയ്യോ വല്ലാതായല്ലോ സ്കിന്നെ. ഇതൊന്നും കേട്ട് ഡിപ്രഷനിലോട്ട് പോകണ്ട. മനസ്സിനെ ഒരിടത്ത് സ്റ്റേബിളായിട്ട് പിടിച്ചു നിർത്തൂ. ഞാൻ സ്കിൻ കെയർ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഇന്ന് മുതൽ ഒരു 3 മന്ത്സിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ സ്കിൻ അടിപൊളിയാക്കിയിരിക്കും. ഞാൻ ആലോചിച്ച് എൻ്റെ സ്കിന്നിന് എന്താണ് ചേരുന്നതെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ചെയ്തിരിക്കും. ആരോടും പറയാതെ രഹസ്യമായിട്ടൊരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. സോ അതൊന്ന് അച്ചീവ് ചെയ്ത് നോക്കിയേ, എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മൾ ആരോടും ഡിക്ലെയർ ചെയ്യേണ്ട, നമ്മൾ ആരോടും പറയേണ്ട നമ്മളിത് ചെയ്യാൻ പോകുന്നു എന്ന്. ആരോടും പറയാതെ സീക്രട്ടായിട്ട് നമ്മുടെ സക്സസിനെ മാത്രം മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റും അവർക്ക് മനസ്സിൽ നമ്മളോടുണ്ടായിരുന്ന ചെറിയൊരു കുശുമ്പും, അതിനെയൊക്കെ ജയിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ കുശുമ്പിനെയും മറ്റുള്ളവരുടെ അസൂയയും നമ്മുടെ മേലിലുള്ളതിനെ ജയിക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മളുടെ സക്സസ് മാത്രമാണ്. നമ്മൾ ജയിച്ച് കാണിക്കുക, നമ്മൾ വിജയിച്ച് കാണിക്കുക. അവിടെയാണ് നമുക്ക് അവരോട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആൻസർ. അല്ലെ പിന്നെ നമ്മൾ പറയാൻ പറ്റുമോ, അയ്യോ എൻ്റെ സ്കിന്നൊന്നുമില്ലല്ലോ, ഒന്നും പറ്റിയില്ലോ, എന്താ പറ്റിയെന്നോർത്ത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനല്ലല്ലോ, ഇങ്ങനല്ലല്ലോ ഒന്നും വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ സക്സസ് മാത്രമായിരിക്കും അവർക്ക് കൊടുക്കാൻ പറ്റിയ ദ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സബ്ജക്റ്റ് സ്കിൻ കെയർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ സ്കിന്നിനെ പരിചരിച്ച് ബ്യൂട്ടിഫുൾ ആക്കി കാണിക്കുക പറ്റും. ഇനി 60 വയസ്സുള്ളവർക്കും പറ്റും, 80 വയസ്സുള്ളവർക്കും പറ്റും. എനിക്ക് 83 വയസ്സുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരി ഇപ്പോഴും അലുവേറയുടെ തോല്, നമ്മൾ തോല് ചെത്തിക്കളയില്ലേ, പുള്ളിക്കാരി അത് ഉണക്കി മഞ്ഞളും തൈരും കൂടെ മുഖത്ത് തേച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, അതുകൊണ്ട് സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഏജിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമില്ല, എപ്പം വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെയും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കുറേ കാര്യങ്ങൾ. നിറയെ പേര് സ്പിരിച്വലായിട്ട്, അതായത് അമ്പലത്തിൽ പോവും, പള്ളിയിൽ പോവും, മസൂദിയിൽ പോവും, പ്രയർ ചെയ്യും, നല്ല പാട്ട് കേൾക്കും, നല്ല ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കും, അല്ലെങ്കിൽ നല്ല ഭക്തി ഗാനങ്ങൾ കേൾക്കും, ഏത് ദൈവമായിക്കോട്ടെ. അതൊക്കെ നമുക്ക് തരുന്ന ഒരു സോളിന് കൊടുക്കുന്ന ഒരു സന്തോഷമാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. ദൈവമുണ്ടോ ഇല്ലയോ, പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരുപാട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ അതൊരു വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസമല്ലേ എല്ലാം. അപ്പോൾ സ്കിൻ കെയർ ചെയ്താൽ നമുക്ക് നല്ല സ്കിൻ കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് സ്കിൻ കെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ.